സ്നേഹയുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടാലോ? ബായോ. റുബുവാണ് ഞങ്ങളുടെ അടുത്ത ബ്രൈഡ്. കല്യാണത്തിന് വിളിക്കണം. തന്നെത്താനെ ബ്രൈഡ് എടുക്കാൻ സംഗീത ചേച്ചി ഇവിടെ മെസ്സി ഇവിടെ പോയി തെക്കോട്ട് നോക്കിയിരിക്കുക. അത് ഞാൻ പറയാം വായി സമ്മാനം തരുന്നതായിരിക്കും. വിഭവൊന്നും ഇല്ല കേട്ടോ. ഒന്നിരിക്കുന്ന ഉണ്ടാക്കി വിചാരിച്ചത് വർണ്ണാട്ടിക്ക് സാധനം മേടിക്കാനാ പാടെന്ന സാധനം മേടിക്കാനാ പാടും. ഒരു ചൂരലെടുത്താലോ? അതെ, 2 അടിയുടെ കുറവുണ്ട്. ഉണ്ടല്ലോ 4 അടിയുടെ കുറവുണ്ടല്ലോ. നമ്മൾ നമ്മുടെ സ്നേഹാബിക്ക് വേണ്ടി ടോട്ട് ബാഗ് നോക്കാം. വാവ്, നൈസ് ടോട്ട് ബാഗ്സ്. പക്ഷെ നമ്മൾ വില അനുസരിച്ചിട്ടേ വാങ്ങണം വേണ്ടത് തീരുമാനിക്കത്തുള്ളൂ. 365 ഉള്ളു കേട്ടോ. 365 ഉള്ളു. പ്ലസ് വാറണ്ടി എത്രയാണ് ശരിക്കും? 1020. ഗൈസ്, ഞങ്ങള് ബാഗ് നോക്കി, പക്ഷെ കോസ്റ്റ്ലി ഫോർ അവർ ബഡ്ജറ്റ്. നമുക്ക് വേറെ കടയിലും കൂടെ ഒക്കെ കയറി നോക്കാം. ഇവിടെ മാത്രം നോക്കിയാൽ ശരിയാതില്ല. ഈ വേറെ കട കയറുമ്പോ കാണാം കുറച്ച് വിലക്കാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. സോ നമുക്കിനി അടുത്ത കട കയറി നോക്കാം. ഞങ്ങളിതാ മഴയത്ത് നടക്കുകയാണ്. പ്രൂഫ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചേട്ടോ. ഇപ്പൊ ഇവിടുന്ന് എടുത്തതാണ് ഇത്. അപ്പൊ ഫിറ്റ് ആയില്ലെങ്കിൽ തിരിച്ചോണ്ട് കൊടുത്താൽ മതി. പക്ഷെ ഫിറ്റ് വെച്ചപ്പോ കണ്ടാലറിയാന്ന് പറഞ്ഞത്. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിൽ ഏറ്റവും കഷ്ടപ്പെട്ട് വാങ്ങുന്ന എനിക്കൊന്നും ഗൈസ്, ഞങ്ങള് സാധനം വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് മറന്നുപോയി. പൈസ കൊടുത്ത സാധനം അവിടെ വെച്ച് മറന്നുപോയി. എന്നിട്ട് തിരിച്ചു കൊടുത്തു. ബ്യൂട്ടിഫുൾ ലേഡി. ഫൈനലി നമ്മൾ ഏകദേശം സാധനം എല്ലാം വാങ്ങിച്ചു. ഇനി ഫെയറി ലൈറ്റും കൂടെ ഉള്ളത് നമ്മൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുകൂടെ നോക്കും. ഇവര് വിടുവാണ്. സൈനിങ് ഓഫ് ടുഡേ. നമ്മൾ ഇനി കേറാത്ത കടകളില്ല. എത്ര 3-4 കട കയറി ചോദിച്ചല്ലേ. എങ്ങും നമ്മുടെ 30 രൂപയുടെ മറ്റേ ചെറിയ ഫെയറി ലൈറ്റ്സ് കിട്ടാനേ ഇല്ല. പിന്നെ കറങ്ങി ഒരു ലാസ്റ്റ് ഒരു കട വന്നേക്കുക. ഇവിടെ കിട്ടിയില്ല. നമ്മള് മറ്റേ കട കയറി, അവിടെ ഇല്ല. വി ആർ ഡിസപ്പോയിന്റഡ്. അതിനിപ്പുറത്ത് തൊട്ടിപ്പുറത്ത് വേറൊരു കട കയറി, അവിടെ ഇല്ല. ആഗ്രഹമുണ്ട് നിക്കാമ്പേട് വിളിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം 5-6 കട കയറി, അങ്ങും കിട്ടിയില്ല. ഡ്രീം ലാൻഡിൽ കയറി, അവിടെ ഇല്ല. ഇപ്പുറത്ത് തന്നെ അവിടെ ഇല്ല. വി കാൻ ഡു എനിത്തിങ് റൈറ്റ് നൗ. നല്ല ലൈറ്റ് ഈ റോഡിലെ ഫുള്ള് ലൈറ്റ് ഇരുന്നു. അതിൽ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് പിച്ച് തന്നൂടെ? അപ്പതാ ഗിഫ്റ്റ് എല്ലാം റാപ്പ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നാളെ കൊണ്ടുപോയി റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഫൈനലി നമുക്കൊരു ഫ്രണ്ടിൻ്റെ എന്താ ഫെയറി ലൈറ്റ്സ് കിട്ടി. ഇനി അത് ഒരു ലവ് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ബലൂൺസ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനാട്ടോ അടുത്ത പ്ലാൻ വന്നേ. ഫൈനലി ഇതാ ഫുൾ നമ്മൾ ലവ് ഷേപ്പിലാണ് ചെയ്തത്. ഏതാണ്ടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ലുക്ക്. ഇനി നമുക്ക് അവിടെ ഒരു ടേബിൾ വന്നിട്ട് അതിന്റെ മണ്ടയിൽ കേക്കും വരും. ഓക്കെ, ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. ഫൈനലി നമ്മുടെ കേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്റെ തട്ടിക്കോട്ട് കേക്കാണ്. ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ടേസ്റ്റിലൊക്കെ എന്തിരിക്കണം, നമ്മുടെ സ്നേഹത്തിനാണ് കാര്യം. 2-3 ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിട്ട് ഓറിയോ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഇതെങ്ങനെ വരുന്ന ഒരു പിടിയില്ലായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റ് ചെയ്ത് കേട്ടോ അവസാനം. അപ്പോൾ അതാ അവൾ പതുക്കെ ഇങ്ങനെ കതവ് തുറന്നു വരുമ്പോൾ അതാ ഈ ഒരു വ്യൂ ആയിരിക്കും അവൾക്കിനി കിട്ടാൻ പോകുന്നത്. അതെന്താന്ന് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു സ്നേഹ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ താമസിച്ച് നീ പോയപ്പോ എനിക്ക് സംശയം തോന്നിയ. എന്തോ ചെയ്യാനാ? പോയി നോക്കല്ല, ചെക്ക് ചെയ്യൂ.
birthday to you. Happy birthday.